അമേരിക്കയുടെ സന്ദേശങ്ങളുമായി ഇപ്പോൾ ഇറാനിൽ പാകിസ്ഥാന്റെ വക്താക്കൾ എത്തിയിരിക്കുകയാണ്. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ പാകിസ്ഥാന്റെ സൈനിക മേധാവി വസീം മുനീർ അടക്കമുള്ള ആളുകളുണ്ട്. എന്നാൽ ഇപ്പോൾ ഇറാന്റെ പാർലമെന്റ് ദേശീയ സുരക്ഷാ കൗൺസിൽ വിദേശ നയരൂപീകരണ സമിതിയുടെ വക്താവായ ഇബ്രാഹിം റദായി എന്നറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹം ട്വിറ്ററിലൂടെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതിൽ പറയുന്നത് പാകിസ്ഥാനെ വിശ്വസിക്കരുത് എന്നാണ്. പാകിസ്ഥാന്റെ ഈ നീക്കങ്ങളെ സംശയത്തോടു കൂടെ കാണണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അമേരിക്ക ഇറാന്റെ യുറേനിയം 0 ലെവലിലേക്ക് എത്തിക്കുക എന്ന കാര്യം, അതുപോലെ തന്നെ എൻറിച്ച്ഡ് സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറുക എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അമേരിക്ക പാകിസ്ഥാൻ വഴി ഇറാന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിലൊരു പക്ഷേ വലിയ ഓഫറുകളും ഇറാന്റെ മുന്നിൽ അമേരിക്ക മുന്നോട്ട് വെക്കുന്നുണ്ടാകും. പക്ഷെ ഇത്തരം ഓഫറുകളിൽ ഒരിക്കലും ഇറാന്റെ നേതൃത്വം വഴങ്ങരുത്, വീണു പോകരുത് എന്നാണ് ഇബ്രാഹിം റദായി പറയുന്നത്. കാരണം ഈ ഒരു നയങ്ങളിലൂടെ അടുത്ത യുദ്ധത്തിൽ ധൈര്യത്തോടുകൂടെ ഇറാനെ തകർക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. കാരണം ഇറാന്റെ കയ്യിൽ ആണവായുധമില്ല, സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇല്ല എന്ന് വരുമ്പോൾ ശത്രുക്കൾക്ക് ധൈര്യമായി ഇറാനെ ആക്രമിക്കാനും ഇല്ലാതാക്കാനും സാധിക്കും. അടുത്ത ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ മാത്രമാണ് ഈ നീക്കത്തിന്റെ പിന്നിലുള്ളത്. ഒരിക്കലും അമേരിക്കയെ വിശ്വസിക്കരുത്. അതുപോലെ അമേരിക്കയുടെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ വക്താക്കളെയും സംശയത്തോടു കൂടെ തന്നെ മാത്രമേ നമ്മുടെ നേതൃത്വം കാണാവൂ എന്നാണ് ഇബ്രാഹിം റദായി പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശക്തമായ ഈ നീക്കങ്ങൾ, ആ നീക്കങ്ങളിൽ ഒരു പക്ഷേ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് ലോകം വിലയിരുത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന ഇറാന്റെ ഒരു വക്താവിൽ നിന്നും വരുന്നത് എന്നത് ഏറെ പ്രസക്തമാണ്. അതായത് ഇത്തരത്തിലുള്ള എല്ലാ നീക്കങ്ങളും ഇറാനെ സ്നേഹിച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ ഇറാനിൽ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം കൊണ്ടുവരിക എന്ന ലക്ഷ്യമൊന്നുമല്ല അമേരിക്കക്ക് മുന്നിലുള്ളത്, ഇസ്രയേലിന്റെ മുന്നിലുള്ളത്. നേരെ മറിച്ച് അടുത്ത ഒരു യുദ്ധം അത് സുഖകരമാക്കാനുള്ള നീക്കം മാത്രമാണ് ഈ യുദ്ധത്തിലൂടെയും ഈ ചർച്ചകളിലൂടെയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.